ചെറുതോണിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നോക്കുകുത്തിയാവുന്നു. അനധികൃത പാർക്കിങ്ങുകൾ മൂലം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനുള്ളിലേക്ക് കയറാൻ ആളുകൾക്ക് കഴിയാത്ത സാഹചര്യം. ഇതുമൂലം ബസ്സുകൾ ദൂരെ നിർത്തി ആളുകളെ കയറ്റുന്നു എന്ന് വ്യാപാരികൾ. പാപ്പൻസ് ഹോട്ടലിന് സമീപം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രമുണ്ടെങ്കിലും യാത്രക്കാർക്ക് പ്രയോജനം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനു മുന്നിൽ ബസ്സുകൾ നിർത്താതെ യാത്രക്കാരെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് ആരോപണം. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഉൾപ്പെടെ വാഴത്തോപ്പ് കവലയിൽ നിന്നാണ് നിലവിൽ യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 50 മീറ്റർ മാത്രം അകലെയാണ് ഈ സ്ഥലം. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ അനധികൃതമായി നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് ബസ്സുകൾക്കിവിടെ എത്താൻ കഴിയാത്തതിന് പ്രധാന കാരണമെന്നാണ് പറയപ്പെടുന്നത്. വാഹനങ്ങൾ മാറ്റി ബസ്സുകൾക്ക് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലേക്ക് എത്തുവാനുള്ള സൗകര്യം ഒരുക്കണമെന്നതാണ് ആവശ്യം. ചെറുതോണിയിലെ അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കുന്നതിനായി വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആഗസ്റ്റ് 1 മുതൽ അനധികൃത പാർക്കിംഗ് നിരോധിച്ചതായി പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രഖ്യാപനത്തിനപ്പുറം കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് വ്യാപാരികളും നാട്ടുകാരും പറയുന്നത്. ചെറുതോണിയിലാകെ ആയിട്ടുള്ള ഒരേ ഒരു വെയിറ്റിംഗ് ഷെഡ് ഈ പാപ്പൻസ് ഹോട്ടലിന് എതിർവശത്ത് അടിമാലി റൂട്ടിലുള്ള ഒരു വെയിറ്റിംഗ് ഷെഡാണ് വാഴത്തോപ്പ് പഞ്ചായത്തിനും ആകെ ഉള്ളത്. അവിടെ ആൾക്കാർക്ക് ഇരിക്കുവാനോ അവിടെ ഒരു റെസ്റ്റ് എടുത്ത് ബസ് നോക്കി നിൽക്കുവാനോ സാധിക്കുന്ന ഒരവസ്ഥയല്ല ഇപ്പോഴുള്ളത്. മുമ്പിൽ മുഴുവൻ മറ്റു വണ്ടികൾ കൊണ്ടുവന്ന് കാലത്ത് മുതൽ വൈകുന്നേരം വരെ പാർക്ക് ചെയ്യുന്നു. അതുകൂടാതെ ബസ് നിർത്തുന്നത് ഇങ്ങോട്ട് കയറി വരുന്ന വഞ്ചിക്കവലയ്ക്കും ഈ അടിമാലി റൂട്ടിനുള്ള കവലയ്ക്കാണ്. അത് കാരണം ട്രാഫിക് തടസ്സങ്ങൾ ധാരാളം ഉണ്ടാകുന്നു. അനധികൃത പാർക്കിംഗ് തുടരുന്നതിനാൽ ചെറുതോണി ടൗണിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടായിട്ടും യാത്രക്കാർ റോഡരികിൽ ബസ് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഒഴിവാക്കുവാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നതാണ് വ്യാപാരികളുടെ ആവശ്യം. സിറ്റി വിഷൻ, ഇടുക്കി.